സംസ്ഥാനത്ത് എന്ത് പ്രതികൂല സാഹചര്യവും നേരിടാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും തയ്യാറായി ഒരു വലിയ സംഘത്തെ തന്നെ പരിശീലിപ്പിച്ച് എടുത്തിട്ടുണ്ട് എന്ന് അധികൃതർ പറഞ്ഞിരുന്നത് ശുദ്ധ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ചൊവ്വാഴ്ച പെരുമ്പാവൂരിൽ നടന്ന പാറമട അപകടത്തിലെ രക്ഷാപ്രവർത്തനങ്ങൾ തെളിയിക്കുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും രക്ഷാപ്രവർത്തനങ്ങൾക്കായി സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത്. പലപ്പോഴും സ്വന്തം ജീവൻ പണയം വച്ച് നാട്ടുകാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ മാത്രമാണ് ഫലം കാണാറുള്ളത്. പെരുമ്പാവൂരിലെ പാറമട ദുരന്തമറിഞ്ഞെത്തിയ ഫയർഫോഴ്സിന് സംഭവം നോക്കി നിൽക്കാൻ മാത്രമാണ് സാധിച്ചത്. നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇതിന് ഫയർഫോഴ്സ് ജീവനക്കാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഫയർ യൂണിറ്റിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ അധികൃതർ ശ്രമിക്കാത്തതാണ് ദുരന്ത നിവാരണത്തിനായി ആദ്യമെത്തുന്ന ഫയർ യൂണിറ്റിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാത്തതിന് കാരണമാകുന്നത്. ഇതിനായി നാട്ടുകാരുടെ പഴി കേൾക്കേണ്ട അവസ്ഥയാണ് എന്നും ഫയർഫോഴ്സിനുള്ളത്. എവിടെ അപകടം നടന്നാലും ഇന്നത്തെ അവസ്ഥയിൽ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുകയാണ്. ഏതു പ്രശ്നങ്ങളും നേരിടാനായി സർക്കാർ തീറ്റിപ്പോറ്റുന്നു എന്ന് പറയുന്ന സംഘത്തെ മിക്കവാറും കാണുന്നില്ല. സർക്കാർ ഈ സംഘങ്ങൾക്കായി നൽകുന്ന തുക മുഴുവൻ ഇവരുടെ കാര്യങ്ങൾക്കായി വിനിയോഗിച്ച് ഈ സംഘത്തെ അത്യാവശ്യഘട്ട ഉപയോഗത്തിന് കൊണ്ടുവരാത്തതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പെരുമ്പാവൂർ വെങ്ങോലയിലെ പാറമടയിൽ വലിയ പാറകൾ തൊഴിലാളികളുടെ മേൽ വീണുകിടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇത്രയും വിപുലമായ സംവിധാനങ്ങൾ ഉണ്ടെന്ന് വാദിക്കുന്ന സർക്കാർ ജില്ലാ മാനേജ്മെൻറ്റിന് നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. സ്വന്തം കീശ വീർപ്പിക്കാനുള്ള കളികളിൽ രാഷ്ട്രീയ സാംസ്കാരിക വ്യത്യാസം നോക്കാതെ ഒന്നിച്ചിറങ്ങുന്ന രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ നാടിനു വേണ്ടിയുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാത്തതെന്തെന്ന ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്.